5-6 വർഷം മുന്നെയാണ് ദാ വരുന്നു കേരളത്തിന്റെ പുതിയ സാമൂഹ്യ പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ എന്നൊക്കെ വാഴ്ത്തുക്കൾ മുഴങ്ങിയ ഒരു കാവട്യ കാലമാണ്. 4 വോട്ടുകൾക്ക് നിലപാട് മാറ്റമില്ല എന്നൊക്കെ ആ പുത്തരിക്കണ്ടത്തെ കോൾമയിർ കോരിത്തരിപ്പ്, ആ നിലപാടൊക്കെ വിഴുങ്ങി യു-ടേൺ തിരിഞ്ഞ് നവോത്ഥാന മതിലിന് നെഞ്ചത്തൊരു റീത്തും വെച്ച് വീട് കയറി പറഞ്ഞ സമസ്താപരാധം തുടർച്ചയിൽ വെള്ളാപ്പള്ളിയുടെ കയ്യും പിടിച്ച് നടത്തിയ അയ്യപ്പ സംഗമം പൊളിക്കാനുള്ള ഗൂഢനീക്കം, മാധ്യമ അജണ്ട തുടങ്ങിയ ബ്രഹ്മാണ്ഡ മണ്ടൻ ക്യാപ്സൂളുകൾ മന്ത്രി വി എൻ വാസവനടക്കം ഇപ്പോൾ ആരും അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. കാരണം എടുക്കുമ്പോഴൊന്ന് തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 100 എന്ന മട്ടിലാണ്. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്തൊരു കാട്ടുകൊള്ള, ഒരു ന്യായവാദവും ചാപ്പയടിയും വർക്കൗട്ട് ആവാത്ത വണ്ണം കോടതി കയ്യോടെ പിടിക്കുന്ന ജാള്യത്തിലാണ് ആ ക്യാപ്സൂൾ മറവി. ഈ മുടിഞ്ഞ റോബറിയിൽ, വിശ്വാസി വഞ്ചനയിൽ, സൈബർ മേഖലയിലെ മിണ്ടാട്ടം മുട്ടൽ ഗതികേടിലാണ്. ആ സർജറിക്ക് മുമ്പ് ഷാഫി പറമ്പിലെ മീശ പിടിക്കാത്ത എന്താ എന്നൊക്കെയുള്ള നിലവാരം കെട്ട വിലാപം വിഷയം മാറ്റാനുള്ള സ്ട്രാറ്റജിയാണ്. എന്തോ ഒരു ചെറിയ സാങ്കേതിക പിഴവൊന്നും 19-ലുണ്ടായ ക്രമക്കേടിൽ ഞാനെന്ത് പിഴച്ചു, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന PS പ്രശാന്തിന്റെ നിഷ്കളങ്കതാ പാവത്വം 4ആയി മടക്കി 8ാമത്തെ ഇടക്കാല ഉത്തരവിൽ മർമ്മത്തടി ദേവസ്വം ബോർഡിന് മാത്രമല്ലത് സർക്കാരിനാണ്. അയ്യപ്പ സംഗമത്തിന് തൊട്ടു മുന്നേ രായ്ക്കുരാമാനം നടത്തിയ പണി അറ്റകുറ്റപ്പണി അല്ലാതെ 6 വർഷം മുൻപുണ്ടായ ഓർഗനൈസ്ഡ് ലൂട്ട്, ഒരു ശാസ്ത്രീയക്കുള്ള ആരും അറിയാതിരിക്കാൻ അണ്ടർ കാർപ്പറ്റിൽ അട്ടിവെക്കാനുള്ള നീചപ്പണി എന്ന ബലപ്പെട്ട സംശയം പ്രതിപക്ഷത്തിനല്ല, മാധ്യമങ്ങൾക്കല്ല സാറേ, സാക്ഷാൽ കോടതിക്കാണ്. 19-ൽ പത്മകുമാറും 25-ൽ പ്രശാന്തും അതേ കള്ളപ്പോറ്റയ്ക്ക് വേണ്ടി പരവതാനി വിരിച്ചെങ്കിൽ ഉഡായിപ്പ് ഉത്തരവുകൾ ഒന്നിനു പിന്നാൽ ഒന്നായി ഇറങ്ങിയെങ്കിൽ ഇരുവർക്കും മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു അതീത ശക്തിയ ഹീസ്റ്റിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരാണ്? ഈ പറയുന്ന പോറ്റിയും മുരാരിയും ഒക്കെ ഗപ്പി കണക്കിന് ചെറിയ മീനുകൾ, വെട്ടിത്തീറ്റയുടെ വമ്പൻ സ്രാവുകൾ, പ്ലണ്ടർ മാഫിയ സംഘം കാണാമറയത്തുണ്ട്. അയ്യപ്പന്റെ സ്വർണം കെട്ടവർ ഏത് കൊമ്പത്തെ തമ്പ്രാനെങ്കിലും തൂക്കുവാരി അകത്തറാൻ ആർജവം കാണിക്കണം SIT. സീസറിന്റെ ഭാര്യ എന്നൊരു പരോക്ഷ വിമർശനത്തിൽ മാണിവേട്ടക്കിറങ്ങിയ പാർട്ടി ആർത്തി മൂത്ത ഈ കള്ളക്കൂട്ടത്തിന് കഞ്ഞി വെച്ച് കൊടുത്തുവെന്ന സംശയത്തിൽ നാറ് നിൽക്കുന്ന ബോർഡിനെ ചവിട്ടി പുറത്താക്കാൻ പറയണം. നാണം കെട്ട് തള്ളിപ്പിടിച്ചിരിക്കാതെ രാജിവെച്ചിറങ്ങി പോകണം മിസ്റ്റർ PS പ്രശാന്ത്.